ഇച്ചിരി കാശ് വന്നതിന്റെ എലി പുന്നല് കാണുന്നത് പോലെ. എന്ത് ബന്ധപ്പെട്ട സൗന്ദര്യം നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുന്നത്. മോശയ്ക്ക് അങ്ങനല്ല, ജന്മനാ കിട്ടിയ സൗന്ദര്യമാണ്. ദിവ്യ സുന്ദരൻ എന്ന പദം വേദപണ്ഡിതാക്കൾ പറയുന്നത് ഒരു ദൈവിക ചൈതന്യം ഉണ്ടായിരുന്നെന്നാണ്. അതാ ദിവ്യ എന്ന പ്രയോഗം വന്നത്. ഒരു ദൈവികത്വമുണ്ട്. സ്തോത്രം. ദിവ്യ സൗന്ദര്യമുള്ളവന് ആർട്ടിഫിഷ്യലായിട്ടൊന്നും ചെയ്യാതിരിക്കുന്ന നല്ലത്. അയ്യോ, പെന്തിക്കോസുകാരുടെ കല്യാണത്തിന്റെ ഒരുക്കമൊക്കെ വന്ന് കാണേണ്ടത് തന്നെ ആന്നേ. അയ്യോ, കാശുണ്ടെ പിന്നെ പറയുകയും വേണ്ട. കാശുള്ള എല്ലാരും അങ്ങനെ ചെയ്യത്തില്ല. ഈ പുത്തൻ പണക്കാർക്കാ എളി കൂടുന്നത്. അതിനിപ്പൊ ഇച്ചിരി കാശായിപ്പോയി. നിങ്ങൾ പുതുപ്പണക്കാരെ ശ്രദ്ധിച്ചിട്ടില്ലേ? ഇപ്പൊ ഇച്ചിരി കാശ് വന്നതിന്റെ എലി പുന്നല് കാണുന്നത് പോലെ കുത്തലുണ്ടാകും. കല്യാണത്തിനൊക്കെ ഒരുങ്ങുന്നത് എന്തുവാ മോളെ കെട്ടിക്കാൻ കൃപ എന്ന് പറഞ്ഞ് എന്നെ ഒന്ന് ബലപ്പെടുത്തിക്കുവോ, അതാ നല്ലത്. എന്നാ ഇനി അയാൾ എന്തെല്ലാം പറഞ്ഞു ഒപ്പിക്കാൻ പോകുന്നതായിരിക്കും. അതൊക്കെ ഞാൻ പറഞ്ഞോളാം. അതൊക്കെ എനിക്കറിയാൻ എന്നാ പറയണമെന്ന്. മോളെ കെട്ടിക്കാൻ അമ്മയും പോവും ബ്യൂട്ടി പാർലറിൽ. അമ്മയുടെ അനിയത്തിയും വേണേ പോവും. മനസ്സിലായോ? എന്തോ ഒരു ഒരുക്കമാ. യോഗ്യമായിരിക്കണം, മാന്യമായിരിക്കണം. ആവശ്യമില്ലാത്ത വൃത്തികേടൊന്നും കാണിക്കരുത്. അക്കാര്യത്തിന് ഞാൻ ആ ശുശ്രൂഷകയുടെ സമയത്ത് ഒരുക്കത്തിന് ആ കാര്യത്തിൽ ഞാൻ TPM-കാരെ ബഹുമാനിക്കുക. അവിടെ നിന്റെ ഒരു വിളച്ചിലും നടക്കുകയല്ല. നീ ഇത് പൊന്നു മോനാന്നേ അവിടെ അത് ചെലവാകുകയല്ല. ഞങ്ങളുടെ ഒരു പെങ്കൊച്ചിനെയും കൂടെ ഒരുക്കിക്കൊണ്ട് പോയി. TPM പള്ളിപ്പാട്ട് പ്രീത്തോമില്ല. ഒരിക്കപ്പോഴേ ഞാൻ പറഞ്ഞു, ഒരുങ്ങി കല്യാണത്തിൻ്റെ ഒരുങ്ങി പ്രാർത്ഥന ഞാൻ പറഞ്ഞത് ഇത് അവിടെ ചെലവാകുകയല്ല. അവർ സമ്മതിക്കുകയല്ല. ഒന്നും കുഴപ്പമില്ല, അങ്ങനെ ഞാനും കണ്ട അവിടെ ചെന്ന് മേടിച്ച് കിട്ടുമ്പോൾ പഠിച്ചോളൂ വന്നു. ആള് കളിച്ച് പെണ്ണിനെ ഒരുക്കി കൊണ്ട് അവിടെ ചെന്ന് പള്ളിപ്പാട്ട് പെയ്ത്തോം, നല്ല വലിയ പെയ്ത്തോമാണ്. ഇപ്പോഴത്തെ ചീഫ് പാസ്റ്റർ അവിടുത്തെ ആളൂരെ മെയിൻ പാസ്റ്റർ, അസിസ്റ്റന്റ് ആൽപ്പാറ മായാലിലെ MD തോമസ് അല്ലയോ. അപ്പൊ പെണ്ണിനെ ഒരുക്കിക്കൊണ്ട് അവിടെ ചെന്നപ്പം ഞങ്ങളെല്ലാം കാറയിൽ അങ്ങോട്ട് ഇറങ്ങിയപ്പം പെണ്ണങ്ങോട്ട് കാറയിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഒരു മദർ വന്നിങ്ങനെ നോക്കുന്നുണ്ട്. നോക്കിയാ മദർ അങ്ങകത്തോട്ട്. അപ്പൊ എനിക്ക് മനസ്സിലായി, ഞാനും കണ്ട് മേടിച്ച് കെട്ടിക്കോട്ടെ. ഞാനും കണ്ടു. ഞാൻ വീട്ടിൽ വെച്ച് പറഞ്ഞതല്ലേ. അപ്പൊ എന്റെ വാക്ക് അല്പം കഴിഞ്ഞപ്പം വേറെ 2 സിസ്റ്റർമാരെ ഈ അമ്മ പറഞ്ഞു വിട്ടതാ. അവർ രണ്ടും കാറിനടന്ന് സ്തോത്രം പറഞ്ഞ് അങ്ങോട്ടും പോയി. അരമണിക്കൂർ കഴിഞ്ഞപ്പോ എനിക്ക് തോന്നുന്നത് ഈ അമ്മയുടെ സാരി ഉടുപ്പിച്ചോണ്ട് അവിടെ കൊണ്ടുവന്നു. നമ്മൾ ഉടുത്തോണ്ട് പോയ സാരി ഒരു കൂടിനകത്ത് കൊണ്ട് കൊടുക്കുകയും ചെയ്തത് കൊണ്ടുവെക്കണം പറഞ്ഞു. നടന്ന കാര്യമാണ്. കൊണ്ടുവന്ന് ഇരുത്തിയതോ ഇരുത്തിയതും ആ സാരിയുടെ പുറകെ എടുത്ത തലയിലോട്ട് വന്നു. കണ്ട കാര്യല്ലേ. കണ്ട കാര്യമാണ്. നമ്മുടെ പെൺപിള്ളേരെ ഒരുക്കിക്കൊണ്ട് വരുന്ന കണ്ടില്ലയോ? ഇപ്പൊ സാരി ഒന്നും തലയിലിടുകയല്ല, വേറൊരു തുണിയാന്നല്ലേ, നെറ്റ് പോലത്തെ, കൊതുകുപോലെ പോലത്തത് വെള്ള. എനിക്ക് സ്ലൈഡ് ഇല്ല, അതുകൊണ്ടാ. ഇത്രോ എവിടെ വെച്ചാണ്ട ഉപദേശം പറയുന്നത്? കെസിയായി ഓർക്കുമ്പോൾ എന്റെ ഉള്ള തുടിക്കുന്നു ഞങ്ങളുടെ സഭയുടെ പോടാ. കാല് പറഞ്ഞ് നടക്കുന്നവളല്ല വന്നോ സഭയുടെ കെസിയ. എടാ, കാശ് ഉണ്ടെങ്കിൽ കുറെ അനാഥശാല പിള്ളേരുണ്ട്, ഭക്ഷണം മേടിച്ചു കൊടുക്ക്.
കുന്തളിക്കാതെ. ഇന്ന് നാഗപ്പൂര് പോയില്ലെന്നേ ഉള്ളു. ഇവനൊക്കെ ഗുണമാകട്ടെ. നാഗപ്പൂര് കാശുണ്ടെങ്കിലും മാർഗം ഞാൻ പറഞ്ഞു തരാം. മാന്യമായിട്ട് യോഗ്യമായിട്ട് മാറിക്കണം ദൈവ പൈതൽ. വസ്ത്രത്തെ മാത്രമല്ല, എല്ലാ കാര്യത്തിലും. ആ ഭക്ഷണം, കല്യാണത്തിലുള്ള ഭക്ഷണം, അതാരാ പറഞ്ഞ? അച്ഛൻ എന്ന് പറഞ്ഞ ആ കറക്റ്റ് കാര്യമാ. എന്തോ ആർഭാടമാ. കല്യാണത്തിനെ കൊണ്ട് ഒരുങ്ങി ചെല്ലുമ്പോൾ വറുത്തത് തന്നെ ഒരു കുറേയേറെ. ഇന്നാളൊരുത്തം പറഞ്ഞു 8 കൂട്ടം ജ്യൂസ് ഉണ്ടായിരുന്നു. എന്തേടാ നിനക്കങ്ങ് ഷുഗറല്ലേ? 8 കൂട്ടം അങ്ങ് മോന്തുക. പിന്നെ ആജ്ഞയും കയറിയാന്നോ 8 കൂട്ടം ഒരു ജ്യൂസ് പൊങ്ങച്ചല്ലാരും തന്നെ 8 കൂട്ടം വറുത്തതൊക്കെ തന്നെ നേരെ. പിന്നെ കേമം അനുസരിച്ചാ ഫ്രൂട്ട്സ് എല്ലാം കൊണ്ടങ്ങ് മറിച്ചിട്ടിരിക്കുക. ഭക്ഷണമോ എന്താ? നിങ്ങളെ കല്യാണം നടത്തുന്നതിൽ വളരെ ശ്രദ്ധിക്കണം. സീറ്റ് കൃത്യമായിരിക്കണം ഇരിക്കേണ്ടത്. മനസ്സിലായോ? കണ്ടിട്ടുണ്ട്, ഹൃദയം വേദനിക്കുന്നുണ്ട്. 8 കസേര ഇട്ടാൽ ചിലപ്പോൾ 4 പേരെ ഇരിക്കുള്ളൂ. ബാക്കി ഇരിക്കുന്ന ഭക്ഷണം മുഴുവൻ കളയുക. ഇതിനൊക്കെ കണക്ക് കൊടുക്കണം. ചിക്കൻ വറുത്തത്, ചിക്കൻ ഒലത്തിയത്, പിന്നെ എല്ലാം ദൈവം ഓലത്തും, പിന്നെ ശരിക്ക് ദൈവം ഓലത്തും. ഐസ്ക്രീം തന്നെ ഏതൊക്കെ വിധം. വിളിക്കുന്നവർക്ക് മാന്യമായിട്ടൊരു ഭക്ഷണം കൊടുക്കണം. നാട്ടു നടപ്പും കീഴ്വഴക്കും അനുസരിച്ച് ഞാൻ അതിനെതിരല്ല. ധൂർത്തടിയാണെന്നറിയാമോ? എത്രയോ കുഞ്ഞുങ്ങൾ ഭക്ഷണമില്ലാതെ ഞരങ്ങുന്നു. എത്രയോ പ്രിയപ്പെട്ട ഒരു നേരത്തെ ഭക്ഷണത്തിന് ആമെ ഭാരപ്പെടുന്നു. അടുത്ത കാലത്ത് പേപ്പർ കണ്ടതല്ലയോ, തിരുവനന്തപുരം എഡീഷനിൽ വന്നതാ. ഒരു സഹോദരിന് 3-4 കൊച്ചുങ്ങളും ഇല്ലേ? കേരളത്തിന്റെ തലസ്ഥാന നഗരിലാ പട്ടിണി കിടന്നത്. കണ്ടതല്ലേ? ഞാൻ എൻ്റെ ഒരു രീതി പറയാം. ഞാൻ എവിടെയെങ്കിലും ശുശ്രൂഷയ്ക്ക് എന്നാലേ വിളിക്കാൻ എനിക്ക് ആവശ്യമുള്ള ഭക്ഷണമേ എടുക്കുള്ളൂ. എനിക്ക് ആവശ്യം കളയത്തില്ല. ഒരു ചോറ് പോലും കളയരുത്. ഒരല്പം കൂട്ടാൻ പോലും കളയരുത്. ഇത് ചിലക്കിത് കാണുമ്പോ പരാക്രമ. അതെടുത്ത് ഇങ്ങോട്ട് വെച്ചു, ഇതെടുത്ത് വെച്ചു, അതെടുത്ത് വെച്ചു. കഞ്ചതായി